തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം മണ്ഡലമാണ്. കയ്പമംഗലം മണ്ഡലം എന്ന് വെച്ചാൽ 7 പഞ്ചായത്ത് ഉൾപ്പെടുന്നതാണ്. അതിൻ്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കുകയാണെങ്കിൽ ഇത് LDFന് ഭയങ്കര അപ്രധാനമുള്ളൊരു മണ്ഡലമാണ്. LDFന് 60,000 വോട്ട്, 43% വോട്ടുണ്ട്. അത് ഫസ്റ്റിലാണ്. UDFന് 41 ഉള്ളൂ. അതാ 20,000 വോട്ടിൻ്റെ വ്യത്യാസം LDFന് ഇപ്പോഴേ ഉണ്ട്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേ ഉണ്ട്. NDA 29,000 വോട്ട്, നല്ല പ്രസൻസ് ഉണ്ട്, 20% വോട്ടുണ്ട്. സ്വതന്ത്രം എല്ലാം കൂടെ ഒരു 10,000 വോട്ടോളം പിടിച്ചിട്ടുണ്ട്. നമ്പർമാർ നോക്കിയാൽ LDF 84, UDFന് 36, NDA 15, അതേഴ്സ് 4. അപ്പോൾ കയ്പമംഗലത്തിൻ്റെ ചരിത്രം നോക്കിയാൽ 2011 CPIയുടെ മണ്ഡലം VS സുനിൽകുമാർ അദ്ദേഹം ജയിച്ചു. വീണ്ടും 2016 VS സുനിൽകുമാർ അത് നിലനിർത്തി. BDJS അന്ന് 30,000 വോട്ട് പിടിച്ചു എന്നുള്ളതെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയൊരു മാർജിനിലാണ് തേർഡായി പോയത്, സെക്കൻഡ് ആവാമായിരുന്നു. പക്ഷെ 2021 വരുമ്പം CPI തന്നെ ആണ് ജയിച്ചത്. പക്ഷേ അതേസമയം BDJSന്റെ വോട്ട് വളരെ ചുരുങ്ങി എന്നുള്ളതൊന്നും ശ്രദ്ധിക്കുന്നത്. ഇത്തവണ CPI KK വത്സരാജും കോൺഗ്രസ് TM നാസർ, BDJSനാണ് ആ സീറ്റ് വീണ്ടും കൊടുത്തിരിക്കുന്നത്. അതുല്യ ഘോഷ് ആണ് മത്സരിക്കുന്നത്. സോ നമുക്ക് വോട്ട് നോക്കുകയാണെങ്കിൽ LDF ഒരു സ്ട്രോങ് അപ്രധാനമുള്ള ഒരു മണ്ഡലമാണ്, സിറ്റിംഗ് സീറ്റാണ്. MLAയും LDF ആണ്, മെമ്പർമാർ കൂടുതലാണ്. എഫക്റ്റീവ്ലി കയ്പമംഗലം LDF നിലനിർത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത് UDF, മൂന്നാമത് BJP.